വെൽക്കം ബാക്ക് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ മെഷീൻ ലേണിംഗിൽ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മെഷീൻ ലേണിംഗ് ടെർമിനോളജി. മെഷീൻ ലേണിംഗിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില ടേംസ് ആണ് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ബ്ലാക്ക് ബോക്സ്, ഫീച്ചേഴ്സ് ആൻഡ് ലേബിൾസ്, മോഡൽ, ട്രെയിനിങ് എ മോഡൽ, ട്രെയിനിങ് ഡേറ്റ സെറ്റ്സ്, അണ്ടർ ഫിറ്റിംഗ് ആൻഡ് ഓവർ ഫിറ്റിംഗ് എന്നിവ. ഇവയിൽ ആദ്യത്തേതാണ് ബ്ലാക്ക് ബോക്സ്. ബ്ലാക്ക് ബോക്സ് എന്ന് റെഫർ ചെയ്യുന്നത് എ സിസ്റ്റം ഓർ എ മോഡൽ whose internal working are not easily interpretable or understood by humans, even though it may produce accurate or useful predictions. അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻസ് തരുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു മോഡൽ, ബട്ട് അതിൻ്റെ ഇൻറ്റേർണൽ വർക്കിംഗ് അല്ലെങ്കിൽ ഫങ്ഷനാലിറ്റി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ മോഡലിനെയാണ് ബ്ലാക്ക് ബോക്സ് എന്ന് റെഫർ ചെയ്യുന്നത്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു മിസ്റ്റീരിയസ് മെഷീൻ ഇവിടെ ഒരു ഇൻപുട്ട് ഡേറ്റ കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയി ഒരു ഔട്ട്പുട്ട് ഡേറ്റ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആൻസർ കിട്ടുന്നുണ്ട്. ബട്ട് അതിൻ്റെ ഇൻറ്റേർണൽ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഇമെയിൽ ഇൻപുട്ടായി കൊടുക്കുമ്പോൾ അതൊരു സ്പാം ഇമെയിൽ ആണോ അല്ലയോ എന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്, അതുപോലെ ഒരു ഇമേജ് ഇൻപുട്ടായി കൊടുക്കുമ്പോൾ അതിലെ ഒബ്ജക്ട്സ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്, ഇവയിലെല്ലാം ഇൻപുട്ടായി ഡേറ്റ കൊടുക്കുന്നുണ്ട്, കറസ്പോണ്ടിങ് ആയി ഔട്ട്പുട്ട് കിട്ടുന്നുമുണ്ട്. ബട്ട് അവയുടെ ഇൻറ്റേർണൽ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അവ്യക്തമാണ്. സോ ഇങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് ബ്ലാക്ക് ബോക്സ് എന്ന് റെഫർ ചെയ്യുന്നത്. ഫീച്ചേഴ്സ് ആൻഡ് ലേബിൾസ്. ഫീച്ചേഴ്സ് ആൻഡ് ലേബിൾസ് ഇവ മെഷീൻ ലേണിംഗിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കീ കൺസെപ്റ്റാണ്. മെഷീൻ ലേണിംഗിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ മോഡലിന് ഇൻപുട്ടായി കൊടുക്കുന്ന ഡേറ്റയാണ്. ഫോർ എക്സാമ്പിൾ, ഇമെയിൽ സ്പാം ആണോ എന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ ഇമെയിൽ കണ്ടന്റ് ആണ് ഇൻപുട്ടായി കൊടുക്കുന്നത്. ഇവിടെ ഇമെയിൽ കണ്ടന്റ് ആണ് ഫീച്ചർ. മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു ഹൗസിൻ്റെ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ മാർക്കറ്റ് പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു മോഡൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ആ വീടിൻ്റെ അല്ലെങ്കിൽ ആ ഹൗസിൻ്റെ സൈസ്, നമ്പർ ഓഫ് ബെഡ്റൂംസ്, ലൊക്കേഷൻ, അങ്ങനെ പലതരത്തിലുള്ള ഇൻപുട്സ് കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഇൻപുട്സ് ആണ് ഫീച്ചറായി കൺസിഡർ ചെയ്യുന്നത്. സോ ഫീച്ചർ ഒന്നിൽ കൂടുതൽ വരാം, ചിലപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് ഫീച്ചേഴ്സ് വരാം, അല്ലെങ്കിൽ അതിൽ കൂടുതലും വരാം. ഫീച്ചർ സെലക്ഷൻ പ്രോപ്പർ ആയിരിക്കണം. അതായത് ബെറ്റർ ഫീച്ചേഴ്സ് കൊടുക്കുന്നതനുസരിച്ച് അതിൻ്റെ ഔട്ട്പുട്ടും ബെറ്റർ ആയിരിക്കും. മാത്തമെറ്റിക്കലി ഫീച്ചേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് വെക്റ്റർ ആയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, n നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് x=x1, x2, x3 എന്നിങ്ങനെയാണ്. ഇവിടെ x1, x2, x3 എന്നിവ ഓരോ ഫീച്ചറാണ്. ലേബൽസ്. നെക്സ്റ്റ് ടേമാണ് ലേബൽസ്. ലേബൽ എന്നത് മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇമെയിൽ സ്പാം ഡിക്റ്റേഷനിൽ ഇമെയിൽ സ്പാം ആണോ അല്ലയോ എന്ന് കിട്ടുന്ന ഔട്ട്പുട്ടാണ് അവയുടെ ലേബലായി കൺസിഡർ ചെയ്യുന്നത്. ഹൗസിൻ്റെ പ്രൈസ് പ്രൊഡിക്റ്റ് ചെയ്യുന്ന ഒരു മോഡലിൽ ഔട്ട്പുട്ടായി കിട്ടുന്നത് അതിൻ്റെ പ്രൈസാണ്. സോ അവിടെ പ്രൈസ് ആയിരിക്കും ലേബൽ. ഇനി ഒരു ഇമേജ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു മോഡൽ, ഫോർ എക്സാമ്പിൾ, ഇൻപുട്ട് ഇമേജിൽ നിന്നും അത് ക്യാറ്റ് ആണോ ഡോഗ് ആണോ എന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു മോഡലിൽ അവയിൽ കിട്ടുന്ന ഔട്ട്പുട്ട് ക്യാറ്റ് ഓർ ഡോഗ് എന്നതായിരിക്കും ആ ഒരു സിസ്റ്റത്തിൻ്റെ ലേബൽ എന്ന് പറയുന്നത്. ലേബലിനെ മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത് y=f(x), അതായത് ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇവിടെ y എന്നുള്ളത് ലേബലും x എന്നുള്ളത് ഫീച്ചറുമാണ്. എക്സാമ്പിൾസ്. ഇവിടെ എക്സാമ്പിൾ എന്ന ടേം മെഷീൻ ലേണിംഗിൽ യൂസ് ചെയ്യുന്നത് ഡേറ്റ സാമ്പിൾസ് അല്ലെങ്കിൽ ഡേറ്റ പോയിൻറ്റ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓരോ എക്സാമ്പിളിലും ടിപ്പിക്കലി സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ആൻഡ് ലേബിൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഡേറ്റ സാമ്പിൾസ് യൂസ് ചെയ്താണ് മോഡൽസിനെ ട്രെയിൻ ചെയ്യിക്കുന്നത്. എക്സാമ്പിൾസ് രണ്ട് ടൈപ്പിലുണ്ട്: ലേബിൾഡ് എക്സാമ്പിൾസ്, അൺലേബിൾഡ് എക്സാമ്പിൾസ്. ഇതിൽ ലേബിൾഡ് എക്സാമ്പിൾസ് എന്നത് ഓരോ ഫീച്ചറിനും കറസ്പോണ്ടിങ് ആയി ഒരു ലേബൽ ഉണ്ടായിരിക്കും. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് x, y എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഇമെയിൽ സ്പാം ഡിക്റ്റേഷൻ മോഡൽ എടുക്കാം. ഇവിടെ ഇമെയിൽ സ്പാം ആണോ എന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാകും, ലൈക്ക് നമ്പർ ഓഫ് വേർഡ്സ് ഇൻ കണ്ടന്റ്, അതുപോലെ കണ്ടന്റിൽ ഡിസ്കൗണ്ട് എന്ന വേർഡ് ഉണ്ടോ എന്ന് നോക്കുന്നു, സെൻഡർ അൺനോൺ ആണോ, ഇങ്ങനെ പല ഫീച്ചർ നോക്കിയിട്ടാണ് ആ ഇമെയിൽ സ്പാം ആണോ എന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഓരോ സെറ്റ് ഓഫ് ഫീച്ചറിനും കറസ്പോണ്ടിങ് ആയി ഒരു ലേബൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ട്. ഇവിടെ നമ്പർ ഓഫ് വേർഡ്സ്, സെൻഡർ, കണ്ടെയ്ൻസ്, ഡിസ്കൗണ്ട് ഇവയെല്ലാം ഫീച്ചേഴ്സ് ആണ്. സ്പാം ഓർ നോട്ട് സ്പാം ഇവയാണ് ലേബൽസ്. സോ ഇങ്ങനെയുള്ള ലാർജ് ലേബൽ ഡേറ്റ സെറ്റ്സ് ആണ് ഒരു മോഡൽ ട്രെയിൻ ചെയ്യിക്കാൻ യൂസ് ചെയ്യുന്നത്. അൺലേബിൾഡ് എക്സാമ്പിൾസ്. അൺലേബിൾഡ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് ഡേറ്റ ഉണ്ടായിരിക്കും, എന്നാൽ എന്താണ് ഔട്ട്പുട്ട് ഡേറ്റ വരുന്നത് എന്ന് നമുക്ക് വ്യക്തമല്ല. അങ്ങനെയുള്ള ഡേറ്റ സെറ്റ്സ് ആണ് അൺലേബിൾഡ് എക്സാമ്പിൾസ്. ഇൻപുട്ട് ഡേറ്റയിൽ നിന്നും പാറ്റേൺസ് അല്ലെങ്കിൽ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നതിനാണ് ഇങ്ങനെയുള്ള ഡേറ്റ സെറ്റ്സ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് ബോക്സ്, ഫീച്ചേഴ്സ് ആൻഡ് ലേബിൾസ് ഇവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്.
മോഡൽ, ട്രെയിനിങ് എ മോഡൽ, അണ്ടർ ഫിറ്റിംഗ് ആൻഡ് ഓവർ ഫിറ്റിംഗ് എന്നിവയെക്കുറിച്ച് അപ്കമിംഗ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സോ കൺസിഡർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദി ചാനൽ. Thank you for watching and see you in the next video.